വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. നമ്മൾ പഠിക്കുന്നത് ഇന്ന് ക്ലാസ് 4 മാത്സിൻ്റെ ഷേപ്സ് അറൗണ്ടോസ് എന്ന് പറയുന്ന ലെസൻ്റെ, അതായത് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇത് ഇച്ചിരി വലിയ ചാപ്റ്ററാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 3 പാർട്ടായിട്ടാണ് പഠിക്കുന്നത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇതേ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാണുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. എല്ലാവരും ആ പാർട്ട് കണ്ട ശേഷം ഇത് കാണുക കേട്ടോ. നമ്മൾ പലതരത്തിലുള്ള ഷേപ്സുകളെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പം എല്ലാ ദിവസവും പറയുന്ന പോലെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് ലെസണിലേക്ക് പോകാം. ലെറ്റ് us sort shapes in another way. ഇനി നമ്മൾ വേറൊരു രീതിയിൽ ഷേപ്സിനെ അറേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ സോർട്ട് ചെയ്യുകയാണ്. Using circles like those on the previous page, can you sort the shape of the categories, shapes with curved faces and shapes with flat faces? നമ്മൾ കഴിഞ്ഞ പേജിൽ ഇതാ ഇങ്ങനെ സർക്കിൾസിലൂടെ നമ്മൾ ഓരോ തരത്തിലുള്ള ഷേപ്പുകളെ അറേഞ്ച് ചെയ്തല്ലോ. അപ്പം അങ്ങനെ ഇപ്പം നോക്കിയേ, ഷേപ്പ് വിത്ത് കർവ്ഡ് ഫേസും ഷേപ്പ് വിത്ത് ഫ്ലാറ്റ് ഫേസസും, അതായത് കർവ്ഡ് ആയിട്ടുള്ള ഫേസസ് ഉള്ള ഷേപ്പുകൾ, അതുപോലെ ഫ്ലാറ്റ് ഫേസസ് ഉള്ള ഷേപ്പുകൾ, ഇതിനെ നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യും നോക്കാം. അത് നമ്മൾ ഇതുപോലെ 2 സർക്കിൾസ് വരയ്ക്കുക. എന്തുകൊണ്ടല്ല ഇവിടെ ഒരു കോമൺ ആയിട്ട് വന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് 2 തരത്തിലുള്ള ഷേപ്പാണ്. കർവ്ഡ് ഷേപ്സ് മാത്രമുള്ളത് ഇവിടെ എഴുതുക, ദെൻ ഫ്ലാറ്റ് മാത്രമുള്ളത് ഇവിടെ എഴുതുക. അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന ഈ ഭാഗത്ത് കർവ്ഡ് ആയിട്ടുള്ളതും എഴുതണം, പിന്നെ ഫ്ലാറ്റായിട്ടും അങ്ങനെ വരുന്നത് കൊണ്ടല്ലോ പല ഷേപ്പുകളും. അങ്ങനെയുള്ളത് നമുക്ക് എഴുതണം. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഏതൊക്കെ ഷേപ്പുകളാണ് കർവ്ഡ് എന്ന് നോക്കിയേ. കർവ്ഡ്, ഫുള്ളി കർവ്ഡ് ആയിട്ടുള്ള ഷേപ്പ് എന്ന് പറയുന്നത് സ്പിയർ ആണ് അല്ലേ. സ്പിയർ ആണ് ഫുള്ളി കർവ്ഡ് ഷേപ്പ് എന്ന് പറയുന്നത്. ഇനിയും ഫ്ലാറ്റായിട്ട്, ഫുള്ളി ഫ്ലാറ്റായിട്ട് പറയുന്നത് ഓൾ പ്രിസംസ്, പ്രിസംസ്, പിന്നെ സ്ക്വയർ പിരമിഡ്, റെക്റ്റാങ്കുലർ പിരമിഡ്, ദെൻ അങ്ങനെയുള്ള പിരമിഡ്സ്, പിന്നെന്താ ഉള്ളത്, ക്യൂബും ക്യൂബോയിഡും, ക്യൂബോയിഡ്സ്. ഇതൊക്കെ ഫ്ലാറ്റ് ഫേസസ് മാത്രം വരുന്നതാണ് നമ്മൾ പറയുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ വരുന്നത്, അതായത് കർവ്ഡും വരുന്നുണ്ട് ഫ്ലാറ്റും വരുന്നുണ്ട്. ഏതൊക്കെയാണ്? സിലിണ്ടർ എന്ന് പറയുന്നതിന് ഫ്ലാറ്റ് ഫേസും പറയുന്നുണ്ട്, കർവ്ഡും. അതുപോലെ നമ്മുടെ കോണും കർവ്ഡും ഉണ്ട്, ഫ്ലാറ്റ് ഫേസും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും, കോണും സിലിണ്ടറും, ഇത് രണ്ടും കൂടെ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സോർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ അറേഞ്ച് ചെയ്താൽ മതി കേട്ടോ. ഇനി അടുത്ത് ബിൽഡ് വിത്ത് ക്യൂബ്. ബിൽഡ് ദീസ് മോഡൽസ് വിത്ത് ദ ക്യൂബ്സ് ഫ്രം ജാദു പിത്താര കിറ്റ് ഓർ എനി അതർ സിമിലർ മെറ്റീരിയൽ. അപ്പം നമുക്ക് കുറേ ടോയ്സ് പോലത്തെ കിട്ടും കേട്ടോ. അതിനെ ഇങ്ങനെ നിങ്ങൾ അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്, ക്യൂബ്സിനെ. ഇനി ക്യൂബ് ടവേഴ്സ്, ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഹൗ മെനി ക്യൂബ്സ് ആർ ദെയർ ഇൻ ഈച്ച് ഓഫ് ദീസ് ക്യൂബ് ടവേഴ്സ്? ഇത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എന്ന് പറയുന്നത് എത്ര ക്യൂബ് ഉണ്ട് എന്നാണ് നമുക്ക് അറിയേണ്ടത്. അതറിയാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? ഈ ഏറ്റവും താഴത്തെയില്ലേ, ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കണം. മൊത്തം ഒന്ന് കൗണ്ട് ചെയ്തേ. നമുക്ക് ഏറ്റവും താഴത്തെ നോക്കാം. 1 2 3 4, ഈ സൈഡ് 4 അല്ലേ. അപ്പോൾ ഇവിടെ 1 2 3 4. അപ്പോൾ മറ്റേ ഈ സൈഡും ഇതിൻ്റെ പുറകിലത്തെ സൈഡും എല്ലാം 4 ആയിരിക്കും. അപ്പോൾ 4 × 4 എത്ര വരും? 16. അപ്പോൾ ഏറ്റവും പുറത്തേത് എത്ര ക്യൂബുണ്ട്? 16. അപ്പോൾ അടുത്തത് നോക്കി എത്ര എണ്ണം ഉണ്ടെന്ന്. അപ്പോൾ ആദ്യത്തേത് 16, രണ്ടാമത്തേത് അതായത് ഈ മജന്ത കളർ 3 വന്നേക്കുന്നത് അല്ലേ. 3 ഈ സൈഡ്, 3 സൈഡ്, ഈ സൈഡും 3, പിന്നെ പുറയിലത്തെ സൈഡും 3. ദാറ്റ് മീൻസ് 3 × 3 എത്ര വരും? 9. അടുത്ത എത്ര വരുന്നത് നോക്കി. 1 2 3. അപ്പം നോക്കി, ഇവിടെ 2, ഇവിടെയും 2, അങ്ങനെ 2 × 2 ദാറ്റ് ഈസ് 4. പിന്നെ ഏറ്റവും മുകളിൽ ഒരു ക്യൂബ് മാത്രമുണ്ട്, ശരിയല്ലേ, ഒരെണ്ണം മാത്രം. അപ്പോൾ ഏതൊക്കെയാണ്? ഏറ്റവും താഴെ 16 എണ്ണം ഉണ്ട്, അതിന് തൊട്ട് മുകളിലായിട്ട് 9 എണ്ണം ഉണ്ട്, അതിന് മുകളിലായിട്ട് 4 എണ്ണം ഉണ്ട്, അതിന് ശേഷം എത്ര എണ്ണം ഉള്ളത്? 1. ടോട്ടൽ എത്ര ഉണ്ട്? ഇത്രയും ക്യൂബ്സ് എത്ര ഉള്ളത്? 30 ക്യൂബ്സാണ് ഉള്ളത്. അപ്പോൾ അടുത്തത് നോക്കി, ഇവിടെ നമുക്ക് ഈ ഒരു പ്രത്യേക പാറ്റേണിലാണ് ഈ ക്യൂബ് അടുക്കിയിരിക്കുന്നത്. ഇതാ ഇത്രയും ഏറ്റവും മുകളിൽ ഈ ഒരെണ്ണം ഉണ്ടല്ലോ,
അപ്പോൾ ആ ഒരെണ്ണം മാത്രം നമുക്ക് മാറ്റി നിർത്താം. അതായത് ഇത് മാത്രം ഒരു ക്യൂബ് മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കി എണ്ണം ഈ ഒരെണ്ണം മാറ്റി നിർത്താം. ബാക്കി നോക്കാം. 1 2 3. അതായത് ഇവിടെ ഒരെണ്ണം, ഇവിടെ 2 എണ്ണം, ഇവിടെ 3 എണ്ണം, ഇത് 4 5. മൊത്തം എത്ര നോക്കിയേ? 1 + 2 3 3 + 3 6 6 + 4 10 10 + 5 15. അപ്പോൾ ഈ ഒരെണ്ണം ഇത്രയും ഭാഗം 15 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഇത്രയും 15 തന്നെയാണ് അല്ലേ? സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സൈഡോട് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കണം. ഇത് അടുത്ത ഇതും 15, ഇതും 15. സോ ടോട്ടൽ എത്രയായി? ഈ ഒരു ക്യൂബ് ഇരിക്കുന്നോ അതിൻ്റെ തൊട്ട് താഴത്തേക്കുള്ളത് നമ്മൾ വിട്ടിട്ടാണ് ചെയ്യുന്നത്. ബാക്കി ഈ 5 വരെ ഉള്ളതാണ് നമ്മൾ കൗണ്ട് ചെയ്തേക്കുന്നത്. അതെത്ര വന്നു? 15 + 15 + 15 + 15. ഇനി നോക്കി, അടുത്തതെന്ന് പറയുന്നത് ഈ ലാസ്റ്റിലത്തെ ഈ ഒരെണ്ണമാണ്. ഇതെങ്ങനെ കൗണ്ട് ചെയ്യും? നമുക്ക് തൊട്ട് മുന്നേ വരെ എത്ര എണ്ണം ഉണ്ടായിരുന്നു നോക്കണം. എത്ര എണ്ണമാണ്? 1 2 3 4 5. 5 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരെണ്ണം കൂടെ ചേർത്താൽ എത്രയായി? 6 എണ്ണമായി അല്ലേ? അപ്പോൾ ഈ ഒരു സിംഗിൾ ക്യൂബ് എന്നല്ല, ആ നടുക്കത്തെ ക്യൂബിന് താഴേക്ക് എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. അപ്പോൾ 15 15 + 15 + 15 + 15 + 6 എത്ര വരും? 15 + 50 30. ദെൻ അഗെയിൻ 15 + 50 30 + 6. മൊത്തത്തിൽ എത്ര വരും? 66 ക്യൂബ്സ് ഉണ്ട് ഇവിടെ. മനസ്സിലായോ? അപ്പോൾ ഇത് നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കുക. ദെൻ ഡ്രോയിങ് ക്യൂബ്സ് ഓൺ ദ ട്രയാങ്കുലർ ഡോട്ട് പേപ്പർ. നമ്മൾ ഒരു ട്രയാങ്കുലർ ഡോട്ട് പേപ്പറിൽ ക്യൂബ്സ് വരയ്ക്കുക. ഈ ക്യൂബ്സ് വരയ്ക്കാൻ എളുപ്പമാണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു ഡോട്ട് തന്നിട്ടുണ്ടായിരിക്കും, ഇവിടെ ഒരു ഡോട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ സ്ട്രെയിറ്റായിട്ട് വരച്ചാൽ മതി. ഇനി അതുപോലെ തൊട്ട് ഇവിടെ നമുക്ക് നേരെ വരയ്ക്കാൻ പറ്റുന്ന ഒരു ഡോട്ട് ഉണ്ടാവും. നോക്കാം. ഈ ഒരെണ്ണം, ഇതിന് തൊട്ട് താഴെ വരുന്നത്, ദെൻ ഇവിടെ നീങ്ങും. മനസ്സിലായോ? ഇങ്ങനെ ക്യൂബ് വരയ്ക്കുക കേട്ടോ. ഇവിടെയും അതുപോലെ തന്നെ, ഇവിടെയും നമ്മൾ ക്യൂബ്സ് വരയ്ക്കുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് ഡോട്ടിലൂടെ തന്നെ വരയ്ക്കുക. ഇവിടെ വരുത്തുന്നുണ്ട്. ഇവിടെ നമ്മൾ ഞാൻ കൈ കൊണ്ട് വരയ്ക്കുന്നതുകൊണ്ടാണ്, നിങ്ങൾ സ്കെയിൽ യൂസ് ചെയ്ത് വരയ്ക്കുക കേട്ടോ. ഇങ്ങനെ മനസ്സിലായോ? അതുപോലെ നിങ്ങൾ താഴേക്കും വരച്ച് ജോയിൻ ചെയ്യുക. അപ്പം ഇങ്ങനെ നിങ്ങൾ ക്യൂബ്സ് വരച്ച് ചേർക്കുക. ആ ഡോട്ടിലൂടെ തന്നെ വരയ്ക്കുക. ഇനി നമുക്ക് മാച്ച് ദ പിക്ചേഴ്സ് ടു ദ ഡിസ്ക്രിപ്ഷൻസ് ദാറ്റ് നെയിം ദ ഷേപ്പ്. ഇവിടെ കുറച്ച് ഷേപ്സ് തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ മാച്ച് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പോയിൻറ്റ്സ്, ഡിസ്ക്രിപ്ഷൻസ് വെച്ച്, വിശദീകരണം വെച്ചിട്ട് നമ്മൾക്ക് ആദ്യം ഇത് ഓരോന്നും നോക്കാം എന്തുവാണെന്നേ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എന്താണെന്നറിയാമോ? ഇതിൻ്റെ ഫേസസ് കോർണേഴ്സും ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ടേ. അതുകൊണ്ടേ നോക്കിയേ, I have 5 faces and 5 corners. I have 8 edges. One of my face is a square and 4 of my faces are triangles. അതായത് എനിക്ക് ഒരു ഫേസ് സ്ക്വയർ ആണ്, മറ്റേ 4 ഫേസും എന്താണ്? ട്രയാങ്കിൾ ആണ്. എനിക്ക് 5 ഫേസസ് ഉണ്ട്, 5 കോർണേഴ്സ് ഉണ്ട്, 8 എഡ്ജസ് ഉണ്ട്. എന്താണ്? സ്ക്വയർ പിരമിഡ്. ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ മാച്ച് ചെയ്ത് കേട്ടോ. ദെൻ ഐ ഹാവ്, ഇവിടെ ഡാഷ് ഉണ്ട്, അതിൽ എഴുതണം. സ്പെല്ലിംഗ് ഞാൻ കാണിച്ചു തരാം. ഇനി സെക്കൻഡ് വൺ നമ്മൾ മാച്ച് ചെയ്ത ശേഷം നമുക്കവിടെ എഴുതാമേ. ഐ ഹാവ് 1 ഫ്ലാറ്റ് ഫേസ്, 1 കർവ്ഡ് ഫേസ് ആൻഡ് 1 എഡ്ജ്. എനിക്ക് എന്താ ഉള്ളത്? ഒരു ഫ്ലാറ്റ് ഫേസ് ഉണ്ട്, പരന്ന ഒരു ഫേസ് ഉണ്ട്, വളവുള്ള ഒരു ഫേസ് ഉണ്ട്, ഒരു എഡ്ജും. എന്താണ്? കോൺ. അടുത്തത് I have only 1 curved face. I have no edges or corners. ഇനി എഡ്ജസും കോർണേഴ്സും ഒന്നുമില്ല. പിന്നെ എനിക്ക് എന്താ ഉള്ളത്? ഒരു കർവ്ഡ് ഫേസ് മാത്രമാണുള്ളത്. ആരാ ഞാൻ? ഞാനാണ് സ്പിയർ. അടുത്ത നോക്കി, ഐ ഹാവ് 2 ഫ്ലാറ്റ് ഫേസസ്, 1 കർവ്ഡ് ഫേസ് ആൻഡ് 2 എഡ്ജസ്. ഐ ഹാവ് നോ കോർണേഴ്സ്. എനിക്കാണെങ്കിൽ കോർണേഴ്സേ
ഇല്ല. എന്താ പിന്നുള്ളത്? 2 ഫ്ലാറ്റ് ഫേസ് ഉണ്ട്, ഒരു കർവ്ഡ് ഫേസും ഉണ്ട്. ആരാ ഞാനാണ് സിലിണ്ടർ. And I have 5 faces, 6 corners and 9 edges and 2 of my faces are triangle. എൻ്റെ 2 ഫേസസ് ട്രയാങ്കിൾ ഫേസ് ആണ്, ത്രികോണാകൃതിയായി. എനിക്ക് 9 എഡ്ജ് ഉണ്ട്, 6 കോർണേഴ്സ്. എഡ്ജ് എന്തോന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതുപോലെയുള്ള ഭാഗത്തിനാണ് എഡ്ജ് എന്ന് പറയുന്നത്. അതായത് നമ്മളിങ്ങനെ ഇപ്പോൾ ഒരു ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ ഭാഗം, അതായത് ഈ ഭാഗത്തിനാണ് നമ്മൾ എഡ്ജ് എന്ന് പറയുന്നത്. 9 എഡ്ജസും ഉണ്ട്. അതേതാണ്? അതായത് ട്രയാങ്കുലർ പ്രിസമാണ്. ട്രയാങ്കുലർ പ്രിസം. Then I have 6 faces and 12 edges and 8 corners. എനിക്ക് എന്താ ഉള്ളത്? 6 ഫേസസ്, 12 എഡ്ജസ് ആൻഡ് 8 കോർണേഴ്സ്. എന്താണ്? ക്യൂബിൻ്റെയും ക്യൂബോയിഡിൻ്റെയും നമുക്ക് സെയിം ആണ് വരുന്നത് കേട്ടോ. ക്യൂബും ക്യൂബോയിഡും ഇതിൽ ഈ കണ്ടീഷൻസിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സ്പെല്ലിംഗ് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്. സ്ക്വയർ പിരമിഡ്, കോൺ സ്ഫിയർ, സിലിണ്ടർ, ട്രയാങ്കുലർ പ്രിസം, ക്യൂബ് ഓർ ക്യൂബോയിഡ്. നെക്സ്റ്റ്, ഈച്ച് വൺ ഈസ് ഡിഫറെൻറ്റ്. ഹൗ? ഇനി ഓരോന്നും വ്യത്യാസമുണ്ട്. ഇത് എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റുന്നുണ്ടോ? എന്തൊക്കെയാണ് നോക്കാം. ഒന്നാമത്തെ എന്താണ്? സ്പിയർ ആണ് അല്ലേ? സ്പിയർ. രണ്ടാമത്തേതോ? കോൺ അല്ലേ? മൂന്നാമത്തേത് എന്താ ഉള്ളത്? മൂന്നാമത്തേത് റെക്റ്റാങ്കുലർ പിരമിഡാണ്. റെക്റ്റാങ്കുലർ പിരമിഡ്. അടുത്തത് ക്യൂബ്, അതിനടുത്ത് ക്യൂബോയിഡ്. ഇത് ക്യൂബ്, നെക്സ്റ്റ് ക്യൂബോയിഡ്. ഇത്ര സാധനങ്ങളാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ഓരോന്നിനും പ്രത്യേകത നമുക്ക് നോക്കാം. സ്ഫിയറിൻ്റെ പ്രത്യേകത എന്താ? അതിന് only 1 കർവ്ഡ് സർഫസ്, കർവ്ഡ് ഫേസേ ഉള്ളൂ. കോണിനാണെങ്കിലോ 1 കർവ്ഡ് ഫേസ്, 1 കോർണർ, 1 ഫ്ലാറ്റ് ഫേസ്. അടുത്ത എന്തുവായിരുന്നു? നമുക്ക് റെക്റ്റാങ്കുലർ പിരമിഡ്. 5 ഫ്ലാറ്റ് ഫേസസ് ഉണ്ട്, പിരമിഡാണ് കേട്ടോ. ദെൻ 5 കോർണേഴ്സ്, 8 എഡ്ജസ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അതൊന്ന് വരച്ച് നോക്കണം കേട്ടോ. നമ്മൾ ഇങ്ങനെ നോക്കുക ഇങ്ങനെ. അപ്പോൾ ഇതിന് ഓരോന്നിൻ്റെ ഒരു ഫേസ് ഇങ്ങനെ വരുന്നുണ്ട് പിരമിഡിൻ്റെ മുകളിലേക്ക്. നമ്മൾ വരയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വരയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇതിങ്ങനെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഓരോന്നും നമുക്ക് നോക്കണം. ഇതൊരു ഫേസ്, ഇതൊരു ഫേസ്, ഇതൊരു ഫേസ്, ഇത് 4 ഫേസായി ഓൾറെഡി. ഇവിടെ മറ്റൊരു ഫേസ്. അങ്ങനെ 5 ഫ്ലാറ്റ് ഫേസസ് ആണ് ഉള്ളത്. അടുത്തത് എന്താണ്? ക്യൂബും ക്യൂബോയിഡ്. ഇതിൻ്റെ സെയിം ആണ്. അതായത് 8 കോർണർ, 6 സ്ക്വയർ ഫേസസ്, 12 edges. ഓക്കെ. പിന്നെ അടുത്തത്, മാസ് എ ഫോളോയിങ് നെറ്റ് ഇൻ ടു ദ അപ്രോപ്രിയേറ്റ് സോളിഡ് ഗിവൺ ഇൻ ദ ബിലോ. അതായത് ഇതിൻ്റെ നെറ്റ്, നമ്മൾ ഒരു ബോക്സ് ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും, അതാണ് നമ്മൾ നെറ്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ ഇത് നോക്കിയാൽ ഈ ഒരു നെറ്റ് കാണുമ്പോൾ നമുക്കറിയാം ഇതൊരു ട്രയാങ്കുലർ ഫേസ് ആണ് നമുക്ക് തരുന്നത് അല്ലേ? ഒരു ട്രയാങ്കുലർ ഫേസ്. അപ്പോൾ എന്തായിരിക്കും അത്? ഇതായിരിക്കും അല്ലേ? അതൊരു പിരമിഡ് ഷേപ്പ് ആയിരിക്കും. ഇവിടെ നോക്കിയേ 2 സർക്കുലർ ഫേസസ്, അതായത് സർക്കിൾ പോലത്തെ ഫേസ് വരുന്നുണ്ടല്ലേ? അപ്പോൾ അതെന്തായിരിക്കും? ഓരോ പിക്ചർ നോക്കുക. സിലിണ്ടർ അല്ലേ? ഇവിടെ നോക്കിയേ, ഇവിടെ ഫ്ലാറ്റ് ഫേസസ് മാത്രമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആരായിരിക്കും അത്? യെസ്, ക്യൂബോയിഡ് ആയിരിക്കും. ദെൻ ഫ്ലാറ്റ് ഫേസസും ട്രയാങ്കുലർ ഫേസസും. എന്താണ്? ട്രയാങ്കുലർ പ്രിസം. മനസ്സിലായല്ലോ? അത് മാച്ച് ചെയ്യും കേട്ടോ. ദെൻ വിച്ച് ഓഫ് ദിസ് നെറ്റ് ക്യാൻ ബി ഫോൾഡഡ് ടു മേക്ക് എ സോളിഡ് ഓഫ് ദ കൈൻഡ് ഗിവൺ ബിലോ. ഇനി ഈ ഓരോ നെറ്റും ഫോൾഡ് ചെയ്യുമ്പോൾ, മടക്കി കഴിയുമ്പോൾ ഏത് സോളിഡ് ഷേപ്പാണ് കിട്ടുന്നതെന്നുള്ളതാണ് നോക്കുന്നത്. ഇനി നോക്കി, ഇത് നമ്മുടെ ക്യൂബോയിഡിൻ്റെ ഒരു ഷേപ്പാണ് വരേണ്ടത്. അപ്പം നമ്മളിത് മടക്കുന്ന ഉടനെ കിട്ടുന്നു നോക്കണം കേട്ടോ. അപ്പോൾ ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് നോക്കി, ഇതിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ 2 സൈഡും ഒരിടത്താണ് വന്നേക്കുന്നത് അല്ലേ? നമ്മൾ തൊട്ട് പുറകിലൊരു നെറ്റ് കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു ഓപ്പോസിറ്റായിട്ടാണ് വന്നത്. അപ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? ബോക്സായിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നത്. അടുത്തത് നോക്കി, ഇത് സിലിണ്ടറിൻ്റേത് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ കിട്ടും അല്ലേ? നമുക്ക് ഫോൾഡ് ചെയ്യുമ്പോഴും അങ്ങനെ കിട്ടും. ഇത് നോക്കി,
ഇതൊരു എന്താണ് റെക്റ്റാങ്കുലർ പിരമിഡാണ്. റെക്റ്റാങ്കുലർ പിരമിഡ് ഇതിനകത്ത് തന്നിട്ടില്ല എന്ന് നോക്കാം നമുക്ക്. ഇവിടെ നോക്കി ഇതൊരു ഇതായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബോക്സ് ആയിട്ട് കിട്ടുമോ എന്ന് നോക്കണം. ഇതിന് സാധ്യതയില്ല അല്ലേ. അടുത്തതോ ഇത് നോക്കിയേ, ഇതിന് ഓപ്പോസിറ്റായിട്ട് ഇത് വരുന്നുണ്ട്. ദെൻ ഇത് നമുക്ക് ഒരു ബോക്സ് ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. നിതേഷ് കട്ട് അപ്പ് ദ നെറ്റ് ഇൻ ദ ഫോട്ടോ ആൻഡ് ഹിയർ ആർ ഇറ്റ്സ് പിക്ചേഴ്സ്. ഇനി നോക്കി ഇവിടെ നമ്മുടെ നിതേഷ് കുറച്ച് പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നോക്കിയാൽ ഒരു പെൻറ്റഗൺ ഷേപ്പാണ്. 5 വശങ്ങളുണ്ട്, എഡ്ജസ് ഉണ്ട്. 1 2 3 4 5 അല്ലേ. അപ്പോൾ ഇതിനൊരു 5 എഡ്ജസ് ഉണ്ട് ഇവിടെ ഈ ഒരു ഫേസിന് തന്നെ. അപ്പോൾ ഇത് പെൻറ്റഗൺ ആണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ പെൻറ്റഗൺ ഷേപ്പ് ഉള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ബേസ് നോക്കി, ഓരോന്നിൻ്റെ താഴത്തെ ഭാഗം, അതായത് ബേസ് അത് നോക്കുക, പെൻറ്റഗൺ ഷേപ്പാണോ എന്ന് എളുപ്പം കണ്ടുപിടിക്കാൻ അതാണ് മാർഗം. ഇവിടെ ഇപ്പോൾ ഒരു സ്ക്വയർ ഫേസ് ആണ് തന്നിരിക്കുന്നത്. ഇത് ട്രയാങ്കുലർ ഫേസ് ആണ്. ഇത് 1 2 3 4 5 6 ഫേസ് ഒരു ഒക്ടഗണലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 5 ഫേസസ് ഉള്ളത് ഏതാണ്? 5 എഡ്ജസ് ഉള്ളത് എന്താണ്? ഇത് അല്ലേ, ഒരു പെൻറ്റഗൺ ഷേപ്പ് ഉള്ളത്. Then when lines meet, Isha made different corners with straws and we can say that the 2 straws make 2 lines that meet at a point. When 2 lines meet, they create an angle. നമ്മളിനി ഒരു ആംഗിളിനെ കുറിച്ച്, കോണിനെ കുറിച്ചാണ് പറയുന്നത്. വി സി മെനി ആംഗിൾസ് ഇൻ യോഗ പോസ്റ്റർ. ഇത് ഒരു കോൺ അല്ലെങ്കിൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ 2 ലൈൻസ് മീറ്റ് ചെയ്യുമ്പോൾ ഇതൊരു ലൈന്, ഇത് മറ്റൊരു ലൈൻ, ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റ്, ഇവിടാണ് ആംഗിൾ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതെങ്ങനെ മീറ്റ് ചെയ്യുമ്പം എത്ര ആംഗിൾ, അപ്പോൾ നോക്കി ഇങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഇപ്പം നമുക്ക് ഒരു 4 ആംഗിൾസ് കിട്ടും. ഇവിടെ ഒരു ആംഗിൾ, ഇവിടെ ഇങ്ങനെ ഡിഫറെൻ്റ് അളവിലുള്ള 4 കോണുകൾ കിട്ടും. ഇവിടെ നമുക്ക് നോക്കി, ഇവിടെ തന്നിരിക്കുന്നത് ഇങ്ങനെ മീറ്റ് ചെയ്തിട്ടുള്ളൂ, ക്രോസ് ചെയ്യുന്നതാണ് കാണിച്ചിട്ടില്ല. അപ്പോൾ 2 എണ്ണം ഇങ്ങനെ മീറ്റ് ചെയ്യുമ്പോൾ ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇതാ നമ്മൾ വെർട്ടക്സ് എന്നാണ് പറയുന്നത്. ഈ വെർട്ടക്സ്, അതായത് ആ മീറ്റ് ചെയ്ത പോയിന്റ്, ഇതിന് നമ്മൾ വെർട്ടക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെർട്ടക്സിൻ്റെ ചേർന്ന് ഉണ്ടാക്കുന്ന അളവാണ് നമ്മൾ ആംഗിൾ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ആംഗിൾസ് പലതരത്തിലുണ്ട്, അത് നമ്മൾ പറഞ്ഞു വരാം. നോക്കി ഇവിടെ യോഗ പോസ്റ്ററിലെ ആംഗിൾസ്, അതായത് നമ്മൾ യോഗ ചെയ്യത്തില്ലേ, അന്നേരം നമ്മുടെ ബോഡി ഓരോ ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ആംഗിൾ, ദെൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവിടെ ഒരു ആംഗിൾ, ദെൻ ഇങ്ങനെ കണ്ടോ ഇതൊരു ആംഗിൾ, ദെൻ ഇത് വേറെ ആംഗിൾ, ദെൻ ഇങ്ങനെ നമ്മളത് വരച്ച് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇങ്ങനെ ഡിഫറെൻ്റ് ആംഗിൾസ് നമുക്ക് കാണാൻ പറ്റും. There are 7 angles in this house drawing. അതായത് ഇവിടെ നമുക്കൊരു വീട് വരച്ചിട്ടുണ്ട്, അവിടെ 7 ആംഗിൾ അവർ തന്നിട്ടുണ്ട്. കണ്ടോ, അടുത്ത നോക്കി, ഹൗ മെനി ആംഗിൾസ് ദേ ആർ ഇൻ ദ ബോട്ട് ഡ്രോയിങ്. ഈ ബോട്ടിൽ എത്ര ആംഗിൾസ് തന്നിട്ടുണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 ആംഗിൾസ് നമുക്ക് ഇവരവിടെ ഷോ ചെയ്യുന്നുണ്ട്. നോക്കിയാൽ മതി, നമ്മൾ കണ്ടോ, ഇതൊരു ആംഗിൾ, ഇതൊരെണ്ണം, ഒന്ന് ദെൻ ഇത് അങ്ങനെ 6 ആംഗിൾസ്. നെയിം മാർക്ക് ദ ആംഗിൾസ് ഇൻ ദ ഡിഫറെൻറ്റ് പിക്ചേഴ്സ്. ഇത് ഓരോത്തിലും നമുക്ക് ആംഗിൾ അടയാളപ്പെടുത്താം. നമ്മൾ പറഞ്ഞ 2 ലൈൻസ് മീറ്റ് ചെയ്യുന്ന ഭാഗത്തിന് നമുക്ക് ആംഗിൾ കൊടുക്കാം. ഇവിടെ ഈ 2 ലൈൻ മീറ്റ് ചെയ്യുമ്പോഴും ഇവിടെയും നമുക്ക് ആംഗിളുണ്ട്. മനസ്സിലായോ? പിന്നെ ഇത് മറ്റൊരു ആംഗിളാണ്. ഇവിടെ അതുപോലെ ഇതൊരാംഗിളാണ്, ഇതൊരാംഗിൾ. ഈ വിരലുകൾക്കിടയിലുള്ളത് ഇതൊരാംഗിളാണ്. മനസ്സിലായോ? ദെൻ ഇവിടെ ഈ 2 ലൈൻസ് തമ്മിൽ ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ വേറെ ഒരാംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ലൈൻസ് മീറ്റ് ചെയ്യുന്നത്. ഇവിടെ ആംഗിൾ എങ്ങനെയാണെന്ന് നോക്കിയേ, ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ആംഗിൾ 180 ഡിഗ്രിയിൽ നമുക്ക് ഫോം ചെയ്യുന്നുണ്ട് അവിടെ. അടുത്ത വേർ യു ക്യാൻ സീ
ആംഗിൾസ് ഇൻ ദ ക്ലാസ് റൂം. ഗിവ് ഫ്യൂ എക്സാമ്പിൾസ്. അതായത് നമുക്ക് ക്ലാസ് റൂമിൽ കാണുന്ന ആംഗിൾസ് ഏതൊക്കെയാണ്? കോർണേഴ്സ് ഓഫ് ടേബിൾ, ഡെസ്കിൻ്റെയും ബെഞ്ചിൻ്റെയും കോർണേഴ്സ് ഇതാ ഇങ്ങനെയായിരിക്കുന്നത് അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? അത് ആംഗിൾസ് മേക്ക് ചെയ്യുന്നത്. പാർഷ്യലി ഓപ്പൺ വിൻഡോവും ഡോറും വിൻഡോയും ഒക്കെ നമ്മൾ മൊത്തമായിട്ടല്ല അടച്ചിടക്കുമല്ല, പാർഷ്യലി ഓപ്പൺ പകുതി തുറന്ന് കിടക്കുന്നത് എങ്ങനെയാണ്? ആംഗിൾസ് മേക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി, വിൻഡോ ഒക്കെ തുറക്കുമ്പോൾ വിൻഡോ ഈ ഒരു ആംഗിളിലൊക്കെയാണ് വിൻഡോയും ഡോറും ഒക്കെ നമ്മൾ തുറക്കുന്നത്. ലെറ്റസ് മേക്ക് എ റൈറ്റ് ആംഗിൾ വിത്ത് എ പീസ് ഓഫ് പേപ്പർ ആസ് ഷോൺ ഫിഗർ. നിങ്ങൾ എന്താ ചെയ്യുന്നത് അറിയുമോ? ഒരു പേപ്പർ എടുക്കുക, ആ പേപ്പറിനെ ഇതുപോലെ ഒരു പേപ്പർ എടുക്കുക, ദെൻ നടുക്കൂടം മടക്കുക, ഇതുവഴി ഫോൾഡ് ചെയ്യുക, ഇങ്ങനെ ഇരിക്കും. ഇനി നടുക്കൂടം ഫോൾഡ് ചെയ്തതിനെ വീണ്ടും ഇങ്ങനെ നടുക്കൂടെ ഫോൾഡ് ചെയ്യുക. അപ്പം എങ്ങനെയായി? ഇങ്ങനെ. അപ്പം ഇങ്ങനെയൊരു സാധനം നിങ്ങൾ ഉണ്ടാക്കുക. ഇതിനെ ഇത് കറക്റ്റായിട്ട് ഒരു റൈറ്റ് ആംഗിളാണ്. എങ്ങനെയാണ് മനസ്സിലാകുന്നത് ഇത് റൈറ്റ് ആംഗിളാണ്? ഇത് 90 ഡിഗ്രിയാണ് ഇത് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇവിടെ കൊടുത്തിട്ടുണ്ട് അവർ 90 ഡിഗ്രി. ഇത് 90 ഡിഗ്രി. അപ്പം നമുക്ക് ഈ ഒരു പേപ്പർ വെച്ചിട്ട് 90 ഡിഗ്രി അടുക്കാൻ പറ്റും. അതായത് ഇത് ആംഗിളാണെങ്കിൽ ഇതിന് മുകളിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പേപ്പർ വെച്ച് നോക്കിയാൽ ഇത് 90 ഡിഗ്രി ആണോ അല്ലയോ എന്ന് അറിയാൻ പറ്റും. അടുത്ത, ഐഡൻറ്റിഫൈ ദ ആംഗിൾസ് ദാറ്റ് യു തിങ്ക് ആർ റൈറ്റ് ആംഗിൾസ് ആൻഡ് സർക്കിൾ ദം ഇൻ ദ ഡോട്ട് ഗ്രിഡ്. ചെക്ക് യൂസിങ് യുവർ റൈറ്റ് ആംഗിൾ ചെക്കർ. നിങ്ങൾ ഈ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് റൈറ്റ് ആംഗിൾ എന്ന് കണ്ടുപിടിക്കാനാണ്. പക്ഷേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള റൈറ്റ് ആംഗിൾ ചെക്കർ വെച്ച് ഉപയോഗിക്കാൻ. അതായത് നമ്മളിവിടെ പേപ്പർ കൊണ്ട് മടക്കി വെച്ചില്ലേ, അത് വെച്ചിട്ട് നോക്കണം ഇത് കറക്റ്റായിട്ട് റൈറ്റ് ആംഗിൾ ആണ് ഏതൊക്കെയാണ്. നമുക്കത് സർക്കിൾ ചെയ്ത് നോക്കാം. ഇത് റൈറ്റ് ആംഗിൾ ആണ്, ഇത് റൈറ്റ് ആംഗിൾ ആയിരിക്കും. ദെൻ പിന്നെ ഏതാണ്? ഇത് റൈറ്റ് ആംഗിൾ ആയിരിക്കും. ദെൻ ദിസ് ഓൾസോ, ഇതും റൈറ്റ് ആംഗിൾ തന്നെ ആയിരിക്കും. നിങ്ങൾ റൈറ്റ് ആംഗിൾ ചെക്കർ വെച്ചിട്ട് നോക്കണേ. ചെക്ക് ദ റൈറ്റ് ആംഗിൾസ് ഇൻ എ ബുക്ക്, വിൻഡോ ആൻഡ് എനി അതർ ഒബ്ജക്ട്സ്. റൈറ്റ് ദ നെയിം ഓഫ് ദ ഒബ്ജക്റ്റ്, വെരിഫൈ റൈറ്റ് ആംഗിൾ. റൈറ്റ് ആംഗിളായിട്ട് നിങ്ങൾ കാണുന്ന ബുക്കൊക്കെ പാർഷ്യലി ഓപ്പൺ ചെയ്ത് വെച്ചാൽ റൈറ്റ് ആംഗിളാണ് കേട്ടോ. അത് നിങ്ങൾക്ക് നോക്കാം. ഇനി നമുക്ക് റൈറ്റ് ആംഗിൾ വരയ്ക്കാനാണേ. നമ്മളിങ്ങനെ ഈ ഡോട്ട് വെച്ചിട്ട് ഡോട്ടയിൽ റൈറ്റ് ആംഗിൾ ഇങ്ങനെ വരയ്ക്കുക. പെൻസിൽ യൂസ് ചെയ്ത് പെൻസിലും സ്കെയിലും യൂസ് ചെയ്ത് ഡോട്ടിലൂടെ വരച്ചാൽ മതി. ദെൻ അക്യൂട്ട് ആൻഡ് ഒബ്റ്റ്യൂസ് ആംഗിൾ. ഇപ്പം നമ്മൾ പറഞ്ഞത് റൈറ്റ് ആംഗിൾസ് ആണ്. റൈറ്റ് ആംഗിൾസ് എന്താണ്? റൈറ്റ് ആംഗിൾസിൻ്റെ പ്രത്യേകത എന്നറിയാമോ? റൈറ്റ് ആംഗിൾസ് എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രി. നമ്മൾ ഡിഗ്രി എന്നുള്ളതിന് മുകളിൽ ചെറിയൊരു 0 കൊടുക്കും കേട്ടോ. അപ്പം 90 ഡിഗ്രി അത് വായിക്കുന്നത് എങ്ങനെയാണ്? 90 ഡിഗ്രി, DEG ഡിഗ്രി. 90 ഡിഗ്രി എന്നാണ് നമ്മൾ റൈറ്റ് ആംഗിൾ പറയുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരെണ്ണം റൈറ്റ് ആംഗിളാണ് കേട്ടോ. ഇത്രയും ഭാഗം ഇത് 90 ആണ്, ഇത്രയും. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾ നോക്കിയേ, ഇത്രയും ഭാഗം മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താ? 90യെക്കാട്ടിൽ കുറവ്, ലെസ് ദാൻ 90 ഡിഗ്രിയെക്കാട്ടിൽ ലെസ് ദാൻ ആണ്. അങ്ങനെയുള്ള ആംഗിളിന് നമ്മൾ പറയുന്ന പേരാണ് അക്യൂട്ട് ആംഗിൾ. അക്യൂട്ട് ആംഗിൾസ് ആർ ലെസ് ദാൻ എ റൈറ്റ് ആംഗിൾ. 90 ഡിഗ്രിയെക്കാട്ടിൽ ചെറുതായിരിക്കും. ദെൻ ഇവിടെ നോക്കിയേ, ഇവിടെ ഈ ഡോട്ടർ ലൈൻ ഒരു 90 ഡിഗ്രിയാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഡോട്ടർ ലൈൻ അതായത് ഇത്രയും, ഇത് 90 ഡിഗ്രി. പക്ഷെ നമുക്ക് തന്നിരിക്കുന്നത് ഇത്രയും വലിയൊരു ആംഗിളാണ്. എന്ന് പറഞ്ഞാൽ ഇത് 90 ഡിഗ്രിയെക്കാട്ടിൽ കൂടുതലാണ് എന്നർത്ഥം. പിന്നെ അതുപോലെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടു, നമ്മളിവിടെ ഇത് വരയ്ക്കത്തില്ലേ, ആംഗിൾസ് വരയ്ക്കത്തില്ലേ, അപ്പോൾ അറ്റത്ത് ഇങ്ങനെ ഒരു ആരോ മാർക്ക് കൊടുക്കണം കേട്ടോ. നമ്മൾ ആംഗിൾ വരയ്ക്കുമ്പോൾ ഏതൊരു ആംഗിൾ വരച്ചാലും ഇങ്ങനെ ആരോ മാർക്ക് എൻഡിൽ കൊടുക്കണേ. അപ്പോൾ ഇത് 90 ഡിഗ്രിയെക്കാട്ടി കൂടുതലാണ്. അതിനെ നമ്മൾ പറയുന്നത് ഒബ്റ്റ്യൂസ് ആംഗിൾ എന്നാണ്. ആർ മോർ ദാൻ എ റൈറ്റ് ആംഗിൾ. റൈറ്റ് ആംഗിളിനേക്കാൾ വലുതായിരിക്കും. നെയിം സം ഒബ്ജക്ട്സ് ദാറ്റ് യുവർ ക്ലാസ് റൂം വിച്ച് ഹാവ് ആൻ അക്യൂട്ട് ആംഗിൾ ആൻഡ് നെയിം സം ഒബ്ജക്ട്സ് ഫ്രം ദ ക്ലാസ് റൂം വിച്ച് ഹാവ് ആൻ ഒബ്റ്റ്യൂസ് ആംഗിൾ. അതായത് അക്യൂട്ട് ആംഗിൾ ഒബ്റ്റ്യൂസ് ആംഗിൾ നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഏതിനൊക്കെയാണ് കാണുന്നത് എന്നാണ്
നോക്കുന്നത്. നമ്മുടെ ചില ആൽഫബറ്റ്സ് ഒക്കെ ഇപ്പം എ എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്ന ആൽഫബറ്റ്, ദെൻ കെ എന്ന് പറയുന്ന ആൽഫബറ്റ്, ഇതിനൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾസ്, അതായത് ആ ആൽഫബറ്റിനിടയ്ക്ക് ഉണ്ടാകുന്ന ഇപ്പോൾ കെ എന്ന് പറയുന്ന ആൽഫബറ്റ് അല്ലേ, അതിൽ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്, ഇവിടെ. ഇതൊക്കെ അക്യൂട്ട് ആംഗിൾസാണ്. അപ്പോൾ ലെറ്റേഴ്സിനിടയ്ക്ക് നമുക്ക് അക്യൂട്ട് ആംഗിൾസ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ ബുക്കൊക്കെ നമ്മൾ മൊത്തം തുറന്നു വെക്കാമല്ലോ, ഒരു പകുതി കൂടുതൽ ഇങ്ങനെയൊക്കെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ നേരെ 90 അല്ല ഉദ്ദേശിക്കുന്നത്, അല്പം ചരിഞ്ഞ് ആണെങ്കിൽ അത് ഒബ്റ്റ്യൂസ് ആംഗിളിന് എക്സാമ്പിളാണ്. ഐഡൻറ്റിഫൈ ഓൾ ആംഗിൾസ് ഇൻ ദ ഫോളോയിങ് ലെറ്റേഴ്സ്. ഇത് ഫോളോയിങ് ലെറ്റേഴ്സിൽ അക്യൂട്ട് ആംഗിളും ഒബ്റ്റ്യൂസ് ആംഗിളും കാണാനായി ഇത് അക്യൂട്ട് ആംഗിളാണ്. ഈ തന്നിരിക്കുന്നത് ഒബ്റ്റ്യൂസ് ആംഗിളാണ്. എ എന്ന് പറയുന്ന ആംഗിളിൽ ഈ വൈഡായിട്ടുള്ള വലിയ ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്, അത് ഒബ്റ്റ്യൂസ് ആംഗിളാണ്. ദെൻ ഇസഡിൻ്റെ ഈ ഭാഗത്തെ ആംഗിളാണ്, അതായത് ഇസഡ് എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ ഈ ഭാഗത്തെ ആംഗിളാണ്, ഇത് അക്യൂട്ട് ആംഗിളാണ്. Then draw some acute angles on the top grid. Draw a line to make an acute angle using each given line in the bottom grid. ഇതിൽ ഓരോന്നിലും നമുക്ക് അക്യൂട്ട് ആംഗിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമുക്ക് അക്യൂട്ട് ആംഗിൾ സ്കെയിൽ വെച്ച് വരയ്ക്കുക കേട്ടോ എല്ലാവരും. ഇങ്ങനെ വരയ്ക്കുക അക്യൂട്ട് ആംഗിൾ. ഒബ്റ്റ്യൂസ് ആംഗിൾ വരയ്ക്കാനും തന്നിട്ടുണ്ട്. ഒബ്റ്റ്യൂസ് ആംഗിൾ വരയ്ക്കുന്നുണ്ടെങ്കിൽ വൈഡായിട്ട് വരയ്ക്കുക, അതായത് സ്ട്രെയിറ്റ് അല്ല, കുറച്ച് വൈഡായിട്ട് ഇങ്ങനെ. ഇതിന് വേറൊരെണ്ണം കൂടെ തന്നിട്ടുണ്ട്, അതും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് വൈഡായിട്ട് വരയ്ക്കും. റൈറ്റ് ആംഗിൾ ആയി പോകരുത്, റൈറ്റ് ആംഗിളിനേക്കാൾ കൂടുതലായിരിക്കണം ഒബ്റ്റ്യൂസ് ആംഗിൾ വരയ്ക്കുന്നത്. അപ്പം നിങ്ങളിങ്ങനെ വരയ്ക്കുന്നുണ്ട്, വരച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കണം, ആ ഡോട്ടിലൂടെ കൃത്യമായിട്ട് വരയ്ക്കണം കേട്ടോ. ഇങ്ങനെ എന്നിട്ട് ഇതിങ്ങനെ കൊടുക്കുക, ദെൻ ആംഗിളിൻ്റെ കൊടുക്കുക. ഇവിടെ അതുപോലെ നിങ്ങൾ വരച്ച് കഴിഞ്ഞിട്ട് ആംഗിളിൻ്റെ ആരോസ് കൊടുക്കാൻ മറക്കരുത്. നമ്മൾ ഇനി ആംഗിൾസിൻ്റെ പേരൊക്കെ കൊടുക്കുന്നുണ്ട്, അത് നമുക്ക് പിന്നെ പഠിക്കാം. ഇപ്പം നമ്മൾ ആംഗിൾ ഐഡൻറ്റിഫിക്കേഷൻ മാത്രമാണ് കേട്ടോ. ഇൻ ദ ഫിഗർ ഗിവൺ ബിലോ മാർക്ക് ദ അക്യൂട്ട് ആംഗിൾ ഇൻ റെഡ്, റൈറ്റ് ആംഗിൾ ഇൻ ഗ്രീൻ ആൻഡ് ഒബ്റ്റ്യൂസ് ആംഗിൾ ഇൻ ബ്ലൂ. നമുക്കിനി ഓരോന്നും ഓരോ നിറത്തിൽ കൊടുക്കാൻ അവർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമുക്ക് ആദ്യം നോക്കാം എന്താണ് അക്യൂട്ട് ആംഗിൾ റെഡിൽ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതൊരു അക്യൂട്ട് ആംഗിളാണ് അല്ലേ, ഇതും ഇതും ഒരു അക്യൂട്ട് ആംഗിളാണ്. ദെൻ ഇത് അക്യൂട്ട് ആംഗിളാണ്, ഇത് അക്യൂട്ട് ആംഗിൾ, ദിസ് ഓൾസോ അല്ലേ, അക്യൂട്ട് ആംഗിൾസ് ആണ്. ദെൻ ഇത് അക്യൂട്ട് ആംഗിൾ, ഇത് റെഡിൽ. ദെൻ റൈറ്റ് ആംഗിൾസ് ഇൻ ഗ്രീൻ, നമ്മൾ ഗ്രീൻ കളറിൽ റൈറ്റ് ആംഗിൾ കൊടുക്കുക. ഇത് റൈറ്റ് ആംഗിളാണ്, ഇത് റൈറ്റ് ആംഗിളാണ്, ദിസ് ഓൾസോ റൈറ്റ് ആംഗിളാണ്. ദെൻ ഇത് റൈറ്റ് ആംഗിളാണ്. ഇനി വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. ഇല്ലല്ലേ, അത്രയും റൈറ്റ് ആംഗിളാണ്. ദെൻ ഒബ്റ്റ്യൂസ് ആംഗിൾ ഈസ് ഇൻ ബ്ലൂ കളറിൽ ഒബ്റ്റ്യൂസ് ആംഗിൾ കൊടുക്കണം. ഒബ്റ്റ്യൂസ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 90. ഇതൊരു മോർ ദാൻ 90 ആണ് അല്ലേ, പിന്നോ ഇതൊരു മോർ ദാൻ 90 ആണ്, ദിസ് ഓൾസോ ഒരു മോർ ദാൻ 90 ആണ്. മനസ്സിലായേ? അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ഈ ഒരു പാർട്ട് ഇവിടെ നമ്മൾ നിർത്തുകയാണേ. കാര്യം ബാക്കി കുറച്ച് ഏറെക്കൂടെ ഉണ്ട്, അതെല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അടുത്ത പാർട്ടിൽ ചെയ്യാം. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.